Good morning. Next topic design of compression members. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു കംപ്രഷൻ മെമ്പറിൻ്റെ ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നിട്ടത് പഠിച്ചു. ഒരു നോർമൽ സെക്ഷൻ ആണെങ്കിലും അതുപോലെ ഒരു ബിൽട്ടപ്പ് സെക്ഷൻ ആണെങ്കിലും ഹൗ ടു ഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ, അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഡിസൈൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലേക്ക് ക്വസ്റ്റ്യനിലൊരു ഫാക്ടേർഡ് ലോഡ് തന്നിട്ടുണ്ടാവും. ആ ഫാക്ടേർഡ് ലോഡ് എടുക്കാൻ പറ്റുന്നൊരു സെക്ഷൻ ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഇതൊരു കോളം ആയതുകൊണ്ട് എൻഡ് കണ്ടീഷൻസ് അതും തന്നിട്ടുണ്ടാവും. ഓക്കെ, എൻഡ് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കോളത്തിൻ്റെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് ആദ്യം പറയാം, അതിനുശേഷം ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ FCD വാല്യൂ, ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് FCD വാല്യൂ എസ്യൂം ചെയ്യാം. അതൊരു ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ assume it as 100 MPa, ചാനൽ സെക്ഷൻ ആണെങ്കിൽ 120 MPa, റോൾഡ് ബീം സെക്ഷൻ അല്ലെങ്കിൽ ഐ സെക്ഷൻ ആണെങ്കിൽ 135 MPa, അതുപോലെ ഫോർ മെമ്പേഴ്സ് ക്യാരിങ് ഹെവി ലോഡ്സ്. ഓക്കെ, അതായത് ബിൽട്ടപ്പ് കോളംസ് എല്ലാം ആണെങ്കിൽ നമ്മൾ 200 MPa എസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സാധാരണ തരും ഏത് ടൈപ്പ് സെക്ഷനാണ് വേണ്ടതെന്ന് തരും. അപ്പോൾ അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ FCD വാല്യൂ എസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ഫാക്ടേർഡ് ലോഡും ഉണ്ട്. ഫാക്ടേർഡ് ലോഡ് അതുപോലെ FCD വാല്യൂ നമ്മൾ എസ്യൂം ചെയ്തു അല്ലേ. നമുക്കറിയാം ഫാക്ടേർഡ് ലോഡിന് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ആ ഫാക്ടേർഡ് ലോഡിന് അത്രയെങ്കിലും അത്ര നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് വേണം അല്ലേ. അപ്പോൾ ഫാക്ടേർഡ് ലോഡ് അതിന് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് എടുത്താൽ P=FCD × A ആണ് അല്ലേ. കംപ്രസീവ് സ്ട്രെങ്ത് P=FCD × A ആണ്. നമ്മുടെ ഫാക്ടേർഡ് ലോഡിൻ്റെ അത്രയും സ്ട്രെങ്ത് വേണം നമ്മുടെ സെക്ഷന്. അപ്പം ടേക്കിംഗ് ദ ഫാക്ടേർഡ് ലോഡ് ആസ് ദ compressive strength, then P=FCD × A. From this find the value of A അല്ലേ. that is A is equal to A required, cross sectional area required is equal to P/FCD അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് ബൈ FCD എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടും അല്ലെങ്കിൽ റിക്വയർഡ് എഫക്റ്റീവ് ഏരിയ കിട്ടും. കോളത്തിൻ്റെ കേസിൽ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഏരിയ റിക്വയർഡ് കിട്ടി. സെലക്ട് എ സെക്ഷൻ സച്ച് ദാറ്റ് ദ ഏരിയ ഓഫ് ദ സെക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഏരിയ റിക്വയർഡ്. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. സെക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ആ സെക്ഷൻ്റെ അത് നമ്മുടെ സ്റ്റീൽ ടേബിൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അതൊരു സിംഗിൾ സെക്ഷൻ ആണെങ്കിൽ അത് ഏത് പേജിലാണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് എല്ലാം നോക്കി വെക്കാം. അതുപോലെ ഒരു ഡബിൾ ആംഗിൾ സെക്ഷനിലാണെങ്കിൽ ഡബിൾ ആംഗിൾ സെക്ഷൻ സെയിം ടൈപ്പ് ഓഫ് സെക്ഷൻ ആണെങ്കിൽ അത് ഒരു സെക്ഷൻ്റെ വാല്യൂ എടുത്തതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എല്ലാം വേണ്ടതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെയുള്ള സെക്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ 2 ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ അത് 2 ആംഗിൾ സെക്ഷനും വരുന്ന ഫിഗേഴ്സ് നമ്മുടെ സ്റ്റീൽ ടേബിളിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള വാല്യൂസും നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ എഫക്റ്റീവ് ലെങ്ത് യൂസിങ് എൻഡ് കണ്ടീഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. ഓക്കെ, എൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാം. L effective is equal to K × L. The value of K depends upon the end conditions and it is obtained from table 11 IS 800. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാം. സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ഈക്വൽ ടു KL/R minimum. ഫൈൻഡ് ദ ബക്ലിംഗ് ക്ലാസ്. എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബക്ലിംഗ് ക്ലാസ് കണ്ടുപിടിക്കാം. സെക്ഷൻ ഏതാണെന്ന് നോക്കാം.
ക്രോസ് സെക്ഷണൽ ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബക്ലിംഗ് ഗ്ലാസ് നമുക്ക് കിട്ടും, ടേബിൾ നമ്പർ 10 എന്ന്. ഓക്കെ, ആൻഡ് യൂസിങ് ദിസ് ബക്ലിംഗ് ഗ്ലാസ് KL/R and FY വാല്യൂ, ഇതിൽ FY വാല്യൂ വേണം. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, FCD കണ്ടുപിടിക്കാം. FCD ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ടേബിൾ നമ്പർ 9A. ഓക്കെ, FCD ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, PD is equal to AE into FCD. Okay, and such that PD is greater than factored load. നമ്മളെ PD ഇപ്പോൾ കണ്ടുപിടിച്ച ഡിസൈൻ സ്ട്രെങ്ത് PD should be greater than the factored load. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ PD ലെസ് ദാൻ ഫാക്ടർഡ് ലോഡാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീഡിസൈൻ ചെയ്യേണ്ടി വരും, സെക്ഷൻ റീഡിസൈൻ ചെയ്യേണ്ടി വരും. ആ ഒരു ബിഗ്ഗർ ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്നൊരു സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. ഡിസൈൻ എ ഡബിൾ ആംഗിൾ ഡിസ്കണ്ടിന്യൂസ് സ്ട്രട്ട് to carry a factored load of 135 kN with length of 3 meter between the intersections. The two angles are placed back to back with a longer leg connected. Okay. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫാക്ടർഡ് ലോഡ് വന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ആംഗിൾസ് ഡബിൾ ആംഗിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ആംഗിൾ ആയതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ FCD വാല്യൂ assume ചെയ്യാം. FCD വാല്യൂ is equal to 100 MPa. നെക്സ്റ്റ് ഫൈൻഡ് ദ എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ AE required is equal to factored load by FCD value. ഓക്കെ, therefore AE required നമുക്ക് എത്ര കിട്ടിയത്, 1350 mm² എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്ഷൻ സെലക്ഷൻ. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. അപ്പോൾ ഈ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 2 ആംഗിൾ സെക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ടേബിളിൽ നിന്ന് സിംഗിൾ ആംഗിൾ സെക്ഷൻ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യാം, തെറ്റൊന്നുമില്ല. അത് വെച്ചിട്ടും ചെയ്താൽ നമുക്ക് റീഡിങ്സ് എല്ലാം കിട്ടുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 2 ആംഗിളിലുള്ള സെക്ഷൻസ് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും, 2 ആംഗിൾസ് ഒരുമിച്ചുള്ളത്. ആ പേജ് നമ്പർ 98 അവിടെല്ലാം പോയി നോക്കി, പേജ് നമ്പർ 98 നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഡബിൾ ആംഗിൾ സെക്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഡബിൾ ആംഗിൾ സച്ച് ദാറ്റ് ദ ഏരിയ ഓഫ് ദ ഡബിൾ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 1350. ഓക്കെ, അപ്പോൾ തൊട്ടടുത്തുള്ള സെക്ഷൻസ് എടുക്കണ്ട. 1350 എന്ന് പറയുമ്പോൾ നമുക്ക് 1360 ഏരിയ വരുന്നൊരു സെക്ഷൻ എടുക്കുന്നത് അത്ര നല്ലതല്ല, കാരണം നമുക്ക് റീഡിസൈൻ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ കുറച്ച് വലുത് നോക്കിയെടുക്കാം. ഓക്കെ, നന്നാ വലുതാവണ്ട, ഇവിടെ ഇപ്പം കുറച്ചധികം നന്നാ വലുതാണെന്ന് എടുത്തിട്ടുള്ളത്, പക്ഷേ ഒരു കുറച്ച് വലുതെടുക്കാം, ഒരു 1500 വരുന്ന സെക്ഷൻസ് എടുക്കാം. ഇപ്പം അത് നിങ്ങളുടെ സെക്ഷൻ മാറി എടുത്താലും തെറ്റൊന്നുമില്ല, നമ്മുടെ ഒരാൾ എടുക്കുന്ന സെക്ഷൻസ് ഓരോന്നായിരിക്കും. ഓക്കെ, പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ കൂടുതൽ വലുതെടുത്താൽ അത് അൺഎക്കണോമിക്കലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് 2 ISA 65/65/8 mm. ഓക്കെ, 2 ലെഗ്സും 65 mm വരുന്ന ഒരു ആംഗിളാണ്. അതിൻ്റെ തിക്നെസ് ഓഫ് ലെഗ്സ് 8 mm. ഓക്കെ, ഇതൊരു ഈക്വൽ ആംഗിളാണ്. അപ്പോൾ ഇതിൽ ഏത് ലെഗ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ കണക്ട് ദ ലോവർ ലെഗ് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു നമ്മളൊരു ഈക്വൽ ആംഗിളാണ് സെലക്ട് ചെയ്തത്, അപ്പോൾ ഏത് ലെഗ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ സെക്ഷണൽ ഏരിയ ഈസ് ഈക്വൽ ടു 1952 mm², പേജ് നമ്പർ 98 ഫ്രം SP6. ഓക്കെ, അതുപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ വാല്യൂ എടുക്കുക. അത് ലെസ്സർ വാല്യൂ വരുന്നത് സെഡ് ആക്സിസിലാണ് എന്ത് വരുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ ലെസ്സർ വാല്യൂ വരുന്നത് 19.6. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുക. എഫക്റ്റീവ് ലെങ്ത് ഈക്വൽ അത് വെച്ചിട്ടല്ല, എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത് എന്താണ്, K/L. എൻഡ് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എൻഡ് കണ്ടീഷൻസ് ഇതിൽ എൻഡ് കണ്ടീഷൻസ് തന്നിട്ടില്ല. ഇതൊരു എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഡിസ്കണ്ടിന്യൂസ് സ്ട്രക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലേ? ഡിസ്കണ്ടിന്യൂസ് സ്ട്രട്ട് അപ്പോൾ ക്ലോസ് 7.5.2.1 അത് നോക്കാം. അപ്പോൾ നമ്മൾ എൻഡ് കണ്ടീഷൻസ് തരാത്തൊരു കേസ് ആണെങ്കിൽ നമ്മൾ എസ്യൂം ചെയ്യും മിനിമം 2 നമ്പർ ഓഫ് ബോൾസ് ആണെന്ന് എസ്യൂം ചെയ്തിട്ട് അതിൽ കെ വാല്യൂ 0.85 ആണെന്ന് എസ്യൂം ചെയ്യും. ഓക്കെ, ഒരു സിംഗിൾ ബോൾട്ട് മാത്രമാണെങ്കിൽ 0.7 എന്ന് എസ്യൂം ചെയ്യും. സാധാരണ എസ്യൂം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 2 നമ്പർ ഓഫ് ബോൾസ് എന്ന് എസ്യൂം ചെയ്തിട്ട് കെ വാല്യൂ 0.85 കൊടുക്കാം. ഓക്കെ, എൻഡ് കണ്ടീഷൻസ് തരാത്ത കേസിൽ ഡിസ്കണ്ടിന്യൂസ് സ്ട്രട്ട് ആണെന്നില്ല എന്ത് തന്നിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ എൻഡ് കണ്ടീഷൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ എസ്യൂം ചെയ്യാം. അറ്റ്ലീസ്റ്റ് എസ്യൂം ദ സ്ട്രട്ട് ഈസ് കണക്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 നമ്പർ ഓഫ് ബോൾസ് എന്ന് എസ്യൂം ചെയ്തിട്ട് ടേക്ക് കെ ഈസ് ഈക്വൽ ടു 0.85. ഓക്കെ, എന്നിട്ട് മില്ലിമീറ്ററിൽ കണ്ടുപിടിക്കാം. ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3 മീറ്റർ അൺസപ്പോർട്ടഡ് ലെങ്ത്, മീറ്ററിന് മില്ലിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാം. 3 × 10⁵. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കിട്ടി 2550 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുക. അതുപോലെ ഈ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? FCD ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് വാല്യൂ കണ്ടുപിടിക്കാം ഫ്രം ടേബിൾ 9. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ നോക്കാം. KL/R മിനിമം 2550/19.6 ചെയ്താൽ 130.1 കിട്ടും. ഇനി ബക്ലിംഗ് ഗ്ലാസ് നോക്കാം. നമുക്ക് 9ൽ ABCD 4 ടേബിൾസ് ഉണ്ട്. ഏത് ബക്ലിംഗ് ഗ്ലാസ് ആണെന്ന് നോക്കിയിട്ട് വേണം ടേബിൾ ഏത് എടുക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആംഗിൾ സെക്ഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ബക്ലിംഗ് ഗ്ലാസ് C ആണ് അല്ലേ? ആംഗിൾ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ബിൽട്ടപ്പ് സെക്ഷൻ ഇതെല്ലാം ബക്ലിംഗ് ഗ്ലാസ് C ആണ്. I സെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ അതിൽ ഓരോ കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട് അല്ലേ, കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ ഏത് ബക്ലിംഗ് ഗ്ലാസ്സാണ് വരുന്നത് നോക്കേണ്ടത്. അപ്പോൾ KL/Rഉം അതുപോലെ FY വാല്യൂ 250 MPa, അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് FCD വാല്യൂ കണ്ടുപിടിക്കാം ബൈ ഇൻ്റർപോളേഷൻ. ഓക്കെ, ഇൻ്റർപോളേഷൻ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇതിലും അതുപോലെ സിമിലർ ട്രയാങ്കിൾസ്, ആദ്യത്തെ വലിയ ട്രയാങ്കിളിൽ നമ്മളിത് നോക്കുമ്പോൾ മനസ്സിലാകാത്തൊരു ഒരു കൂടി പറഞ്ഞുതരാം. ഇത് നോക്ക്, ഇപ്പോൾ ഇതിൽ ഈ മൊത്തം ലെങ്ത്താണ് 74.3 അല്ലേ? അതുപോലെ ഇതാണ് 66.2. ഇതെന്താണ്? നമുക്ക് 130. ഇത് ശരിക്കും 130.1 എന്നെല്ലാം വന്നാൽ 130 തന്നെ വാല്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി നമുക്ക് തന്നെ കൊടുക്കാം. ഇൻ്റർപോളേഷൻ ചെയ്ത് സമയം കളയണമെന്നില്ല, പക്ഷേ സ്റ്റെപ്പ് കാണിക്കാം, നമ്മൾ സ്റ്റെപ്പ് എഴുതിയേ കാണിക്കാം. ഓക്കെ, പിന്നെന്താണ്, സ്റ്റെപ്പിന് മാർക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ്. എന്നാലും അത് കണ്ടുപിടിച്ചോ, കുഴപ്പമൊന്നുമില്ല. വലിയ ശരിക്കും അറിയുന്നതൊക്കെ വലിയ ടൈമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യാണ്ട് നിൽക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞ നമ്മൾ ചെയ്തതാണ്, മനസ്സിലാവാത്തവർക്ക് കൊണ്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 130.1 വേണ്ടത്. അപ്പോൾ 130യുടെ വാല്യൂസ് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും, 140യുടെ വാല്യൂസും കിട്ടും. അതിനിടയ്ക്കുള്ള വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? നമുക്ക് KL/R 130.1 ആണ്. അപ്പോൾ ഇൻ്റർപോളേറ്റ് ചെയ്ത് നോക്കാം. 130 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 74.3 ആണ്. 130 കറസ്പോണ്ടിങ് ആയി വരുന്ന FCD വാല്യൂ 74.3ഉം 140 കറസ്പോണ്ടിങ് ആയി വരുന്നത് 66.2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ, നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലേ? അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ വലിയ ട്രയാങ്കിൾ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 74.3 മൈനസ് 66.2 എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കിട്ടി അല്ലേ? അത് ഡിവൈഡ് ബൈ ഈ ലെങ്ത്ത് 140 മൈനസ് 130 ചെയ്താൽ 10 കിട്ടും അല്ലേ? അത് സ്റ്റെപ്പ് അങ്ങ് എഴുതാം. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു അതിനകത്ത് വരുന്ന ചെറിയ ട്രയാങ്കിൾ. ഉള്ള സിമിലർ ട്രയാങ്കിൾസിൻ്റെ എല്ലാം ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ചെറിയ ട്രയാങ്കിൾ, അതിനും രണ്ട് സൈഡ്സ് ഉണ്ട്. ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ഈ ലെങ്ത് 140 മൈനസ് 130.1. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. എക്സ് ഈക്വൽ ടു 8.019.
അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 130.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് സി ഡി വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമ്മളെ വാല്യൂ എഫ് സി ഡി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് താഴേക്ക് 66.2, എക്സ് പ്ലസ് 62.2 66.2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? എഫ് സി ഡി വാല്യൂ കറസ്പോണ്ടിങ് ടു 130.1 കിട്ടി. ഓക്കെ, അത് 74.22 ആണ്. അപ്പോൾ എഫ് സി ഡി വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് നമ്മൾ സെലക്ട് ചെയ്ത സെക്ഷൻ്റെ ഏരിയ അല്ലേ, പ്രൊവൈഡഡ് ഏരിയ, എഫക്റ്റീവ് ഏരിയ ഇൻറ്റു എഫ് സി ഡി ഇക്വൽ ടു 140.8. അത് ചെക്ക് ചെയ്യുന്നതിനും മാർക്കുണ്ട്. ചെക്ക് ആൻഡ് ഫൈൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫാക്ടേർഡ് ലോഡ് 135 kN കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹെൻസ് ഇറ്റ് ഈസ് എ സേഫ് സെക്ഷൻ. സിമ്പിളാണ് കംപ്രഷൻ മെമ്പറിൻ്റെ ഡിസൈനും അതുപോലെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കംപ്രഷൻ മെമ്പറിൽ ഇനിയിപ്പം ലേസിങ്സും പാറ്റേൺസും വരാറുണ്ട്. അത് സാധാരണ ലേസിങ്സ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാറ്റേൺസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതും കൂടെ നമുക്ക് കംപ്രഷൻ മെമ്പേഴ്സിൽ പഠിക്കണം സീരിയസ് ആയിട്ട്. ഓക്കെ.